ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും തോന്നുന്നു? അല്ല, അത് വെറും തട്ടിപ്പാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. കാരണം ആരോഗ്യമന്ത്രി പോയത് മറ്റൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ക്യൂബയിലെ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത്, അല്ലാതെ ആശാവർക്കർമാരുടെ വിഷയം സംസാരിക്കാൻ പോയിരിക്കുന്നതല്ല. ഇത് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത സമീപനമാണ് ഈ സർക്കാർ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഈ വാദം. കാരണം അവർ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തന്നെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നേരെ ഡൽഹിയിൽ പോയി ക്യൂബൻ സംഘത്തെ ഇവിടെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പോയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ആശാ വർക്കർമാരോടുള്ള സമരത്തെ അവർ എത്രമാത്രം മോശമായിട്ടാണ് അവർ തന്നെ കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് വളരെ നിസ്സാരമായി കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ നിസ്സാരമായി തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം ഇവരൊരു ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു, ആ ചർച്ച നടത്തി ഇവരുടെ കേവലമായ, ഇപ്പം നമുക്കറിയാം, ഒരു അന്യദേശ തൊഴിലാളി നമ്മുടെ വീട്ടിൽ ഒരു തൊഴിലിന് വന്നാൽ അവർക്ക് 1000 രൂപ കൊടുക്കണം ഒരു ദിവസം. ഇവിടെ സാധാരണക്കാർ ഇവർ 750 ഇവർ വർധനവ് ആവശ്യപ്പെടുന്നത്. ഒരു ചർച്ച നടത്തി ഏറ്റവും മാന്യമായ ഒരു വർധനവ് കൊടുത്താൽ ഈ സമരം തീരും. ഈ സമരം തീരുന്നു എന്ന് പറഞ്ഞാൽ 23,000 കുടുംബങ്ങളിലാണ് അതിന്റെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത്. ഇനി അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഇത് വലിയൊരു പണമാണ്, വലിയൊരു ഓണറേറിയമാണ് ഇവർ കൊടുക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ MLA-മാരും മന്ത്രിമാരും ഈ ഉദ്യോഗസ്ഥരും ഒക്കെ 9,000 രൂപ അവരുടെ ഓണറേറിയത്തിൽ ഒന്ന് ജീവിച്ചു നോക്കിയേ, അപ്പോൾ കാണാമല്ലോ. ഇവിടെ ഈ സാധാരണക്കാരുടെ സമരം സഹന സമരമാണ്. 39-ാം ദിവസത്തെ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. ഈ സമരത്തിന് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയാലും ആ അറ്റം വരെ ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കാനാണ് തീരുമാനം.